ഇപ്പോൾ പല ബൂത്തുകളിലും വോട്ടർമാർ രാവിലെ 6:18 തന്നെ എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്ന കാഴ്ച കൂടിയുണ്ട്. നമുക്ക് വടക്കന്തര ഡോക്ടർ നായർ UP സ്കൂളിലേക്ക് ഒന്ന് പോകാം. ബൂത്ത് നമ്പർ 62, 63, 65 നമ്മൾ TV പ്രസാദ് ഈ ബൂത്തുകളിലുണ്ട്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. പല ബൂത്തുകളിലേക്കും വോട്ടർമാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആവേശം കൊടുമുടിയോളം എത്തിയ ഒരു വലിയ പ്രചരണത്തിനു ശേഷം വോട്ടർമാർ വിധിയെഴുതാൻ എത്തുമ്പോൾ വലിയ ആകാംക്ഷയിൽ തന്നെയാണ് നാട് എന്നത് ഉറപ്പാണ്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് വടക്കന്തരയിൽ നിന്നുള്ള കാഴ്ചകൾ? ഗുഡ് മോർണിംഗ് അരുൺ പറഞ്ഞതുപോലെ സമീപകാലത്തൊന്നുമില്ലാത്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് ആവേശമാണ് ഇങ്ങ് പാലക്കാട്ട് കണ്ടത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വടക്കന്തറ ഭാഗം 1. ഇവിടെ അരുൺ പറഞ്ഞതുപോലെ 3 ബൂത്തുകളാണ്. 62, 63, 65 ബൂത്തുകളാണ്. ഇതിൽ മറ്റ് 2 ബൂത്തുകളിൽ മോക്ക് പോളിംഗ് പൂർത്തിയായി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ബൂത്ത് 63 നമ്പർ ബൂത്താണ്. മോക്ക് പോളിംഗിൻ്റെ നടപടി പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. വളരെ ആവേശകരമായി നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ആവേശവും ഇപ്പോൾ ഇവിടെയുള്ള ബൂത്ത് ഏജന്റുമാരിലും പ്രകടമാണ് എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ എല്ലാവരും ഇവിടെ എത്തി. ഇവിടെ കേന്ദ്ര സംഘം ഉൾപ്പെടെയുള്ള വലിയ പോലീസ് നിര തന്നെയുണ്ട്. വടക്കന്തറ ഭാഗം എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഒരു ഭാഗമാണ്. ഇവിടെ 3 ബൂത്തുകൾ ഉള്ളത് കൊണ്ട് തന്നെ പോലീസുകാർ കൂടുതലുണ്ട്. അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ധാരാളമുണ്ട്. എല്ലാ തരത്തിലുമുള്ള പ്രചരണ കോലാഹലങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും ആവേശകരമായ ദിവസമാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. കാരണം മുഴുവൻ വോട്ടർമാരെയും ഇവിടെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവസാനത്തെ വോട്ടർമാരെ വരെ ബൂത്തിലെത്തിക്കുക എന്ന് പറയുന്ന നടപടി ഇപ്പോൾ തന്നെ പല ഭാഗത്തും തുടങ്ങിക്കഴിഞ്ഞു. രാവിലെ ജോലിക്ക് പോകേണ്ടവരാണ് ഏറ്റവും ആദ്യം സാധാരണ വരിയിലേക്ക് എത്തുക. അവർ പലരും വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് ബൂത്ത് ഏജന്റന്മാരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വോട്ട് ചെയ്യാനെത്തിയാണോ? വോട്ട് ചെയ്യാനെത്തിയത് എന്താ ഇത്ര രാവിലെ? നേരത്തെ എത്തിയതാണ്. ആദ്യം ചെയ്തിട്ട് പോകാൻ. ആദ്യം തന്നെ ചെയ്യാനാണ്. ക്യൂലാരാ? ഒന്നാമതാരാ? എവിടെ സ്ഥലം പിടിച്ചോ? ഒന്നാമതാണോ? ഒന്നാമത് ചേട്ടൻ്റെ പേരെന്താ? പണിക്ക് പോകാനാണ്? പണിക്ക് പോകുന്നു. സാധാരണ എല്ലാ തവണയും ഒന്നാം സ്ഥാനം ആർക്കും വിട്ടു കൊടുക്കില്ല. അങ്ങനെയൊന്നുമില്ല. പണിക്ക് പോകുമ്പോൾ നേരത്തെ ഒന്നും ചെയ്യുന്നു. രാവിലെ തന്നെ വന്ന് ഈ ആവേശമുണ്ടല്ലേ തെരഞ്ഞെടുപ്പ്? അല്ലേ, നല്ല ആവേശമുള്ള തെരഞ്ഞെടുപ്പല്ലേ? നല്ല എല്ലാ സ്ഥാനാർത്ഥികളും അല്ലേ രാഷ്ട്രീയ? അതെ അതെ അതെ, എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. രാഹുലിലേക്ക് പോയി വരാം. രാഹുൽ വീണ്ടും മാധ്യമങ്ങളോട് എന്തോ സംസാരിക്കുന്നു. പറയുന്നത് ജാള്യത മറയ്ക്കാനും അവരുടെ ഇരട്ട വോട്ടുകളെ സാധൂകരിക്കാനും. എന്നാൽ പിന്നെ ഇതൊരു വിവാദമായി. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് ആദ്യ പ്രതികരണം നടത്തിയത് ഒക്ടോബറിലാണ്. ഒക്ടോബറിൽ തന്നെ ഞങ്ങൾ പരാതി കൊടുത്തു. 2 സമരം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒക്ടോബറിൽ നടത്തിയത്. അപ്പോൾ അവരെപ്പോഴാണ് ഇതിൻ്റെ വിഷയങ്ങളുമായിട്ട് വരുന്നത്? ഞങ്ങൾ മാധ്യമങ്ങൾ ഇതൊരു വാർത്തയായി ബ്രേക്ക് ചെയ്തപ്പം വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രായോഗിക പ്രശ്നമുണ്ട്. BJP ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, അദ്ദേഹത്തെ പോലൊരു പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മാതൃകയാകണ്ടേ? ഇപ്പം ഒരു പൊതുപ്രവർത്തന നിലയിൽ മാതൃകയാക്കേണ്ടുന്ന ആളുകളാണ്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ വന്നിട്ട് വോട്ട് ചേർക്കാൻ ഈ വളഞ്ഞ വഴികളിലൂടെയൊക്കെ വോട്ട് ചേർക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് വളഞ്ഞ വഴികളിലൂടെ അല്ലല്ലോ ഒരു പൊതുപ്രവർത്തനം. ഇപ്പം ഞാൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വരുന്ന സമയത്തും വളഞ്ഞ വഴികൾ ആർക്കും സ്വീകരിക്കാം. പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് സ്വീകരിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അത് സ്വീകരിക്കാതിരിക്കലാണ് ജനങ്ങളുടെ മുന്നിൽ നമ്മൾ കാണിക്കുന്ന മാതൃക. അത് സ്വാഭാവികമായിട്ട് BJP ജില്ലാ പ്രസിഡന്റ് ആ മാതൃക കാണിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ അവരവർ വ്യക്തിപരമായി, ഞാൻ അത്തരത്തിലൊരു അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായ എന്ന നിലയിൽ നിന്ന് അത്തരത്തിലൊരു വിവാദത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ അവരവർ ആലോചിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ പൊതുപ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്ന ആളുകൾ, പൊതുപ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട ആളുകളായി നിൽക്കുന്ന ആളുകൾ അവരവരുടെ ഒരു യുക്തിക്കും അവരവരുടെ ഒരു ധാർമ്മികതയ്ക്കുമൊക്കെ എടുക്കേണ്ടുന്ന തീരുമാനങ്ങളാണ്. അതേ പറഞ്ഞത്. ഇപ്പോൾ എനിക്കും ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ വളഞ്ഞ വഴികളൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഞാനിപ്പം 6 മാസം തുടർച്ചയായി പാലക്കാട് താമസാക്കിയിട്ടില്ല. 6 മാസം തുടർച്ചയായി പാലക്കാട് താമസാക്കിയിട്ടില്ല. അപ്പോൾ അതൊരു രാജ്യത്തൊരു നിയമവ്യവസ്ഥയല്ലേ, അത് പാലിക്കാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഇല്ലേ. അപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ നിയമങ്ങൾ പറയുന്നൊരു കാര്യം ഞാൻ തന്നെ പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് ജനങ്ങളുടെ മുന്നിൽ പോയി വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം ഉണ്ടാവുക? അത് ധാർമ്മികതയുടെ വിഷയമാണ്. അത് അവരവർ തന്നെ പിരിച്ചു. മുഖ്യമന്ത്രി ഇന്നലെ വീണ്ടും